ഹായ് ഹായ് ഹായ്. നമ്മൾ നാളത്തെ 4ാം ക്ലാസ്സിൽ ഓണപരീക്ഷയ്ക്ക് പോണതിന് മുമ്പ് നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് മാഷിക്ക് ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഈ വീഡിയോയിൽ മാഷ് പറയുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് വേണം നാളത്തെ ഓണപരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഷേപ്പുകളെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമേ. അപ്പൊ ഷേപ്പുകളുടെ പേരുകളും അതുപോലെ തന്നെ ഷേപ്പുകളെ പ്രത്യേകതകളും നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ നാളത്തെ എക്സാമിന്. ഇത് ഏതാ ഷേപ്പ്? വട്ടം അല്ലെ. അതുപോലെ ഇത് ഏതാ ഷേപ്പ്? ചതുരം അല്ലെ. ഒരു റൗണ്ട്, ഒരു സർക്കിളും ഉണ്ട് ഇവിടെ, അതുപോലെ ഒരു റെക്ടാങ്കിളും ഉണ്ട് ഇവിടെ. സർക്കിളിന്റെയും റെക്ടാങ്കിളിന്റെയും പ്രത്യേകതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. റെക്ടാങ്കിളിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അതിന്റെ മുകളിലെ സൈഡും താഴത്തെ സൈഡും ഒരേ നീളായിരിക്കും. അതുപോലെ ഈ ഇടതുഭാഗത്തുള്ള സൈഡും വലതുഭാഗത്തുള്ള സൈഡും ഒരേ നീളായിരിക്കും അല്ലെ. അത് നമ്മൾ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അത് പഠിച്ചിട്ട് എക്സാമിന് പോകാവൂ. നമ്മളോട് കുറച്ച് ഷേപ്പുകൾ ഉപയോഗിച്ചിട്ട് ഒരു പാറ്റേൺ വരയ്ക്കാനും അല്ലെങ്കിൽ ഒരു പാറ്റേൺ തന്നിട്ട് അതിൽ ഈ ഷേപ്പുകൾ എത്ര ഉണ്ട്, മറ്റേ ഷേപ്പുകൾ എത്ര ഉണ്ട്, അങ്ങനെ ഓരോ ഷേപ്പിന്റെ എണ്ണം എണ്ണി നോക്കാൻ നമ്മൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതെന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചു പോവുക. ഇതെന്തായാലും നാളത്തെ എക്സാമിന് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട അടുത്ത കാര്യമാണ് നമ്പേഴ്സും പ്ലേസ് വാല്യൂ, സംഖ്യകളും സ്ഥാനവിലയും. കുറച്ച് ഒരു നമ്പർ തന്നു കഴിഞ്ഞാല് അതിൽ ഏറ്റവും പിറകുള്ളത് 1ന്റെ പ്ലേസ് ആണ്, 1ന്റെ പ്ലേസ് ആണ്. അതുപോലെ തന്നെ പിറകുന്നത് രണ്ടാമത്തത് 10ന്റെ പ്ലേസ്, 10ന്റെ സ്ഥാനമാണ്. പിന്നെ 100 100ന്റെ സ്ഥാനം, പിന്നെ 1000 1000ന്റെ സ്ഥാനം. ആരെങ്കിലും പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ 2160 എന്നുള്ള നമ്പർ തന്നു കഴിഞ്ഞാല് ഇതിന്റെ ഏറ്റവും പിറകിൽ 0 ആയുള്ളത്. 0 എന്താണ്? 1ന്റെ പ്ലേസിലാണ്, 1ന്റെ സ്ഥാനത്താണ് അല്ലെ. ഏത് നമ്പർ തന്നാലും അതിന്റെ ഏറ്റവും പിറകിലുള്ളത് 1ന്റെ പ്ലേസ്, 1ന്റെ സ്ഥാനം. പിറകുന്ന രണ്ടാമത്തത് 10ന്റെ പ്ലേസ്, 10ന്റെ സ്ഥാനം. പിറകുന്ന മൂന്നാമത്തത് 100ന്റെ പ്ലേസ്, 100ന്റെ സ്ഥാനം. പിറകുന്ന നാലാമത്തത് 1000ന്റെ പ്ലേസ്, 1000ന്റെ സ്ഥാനം. അങ്ങനെ ഇതിന്നൊരു ചോദ്യം ചോദിക്കട്ടെ. 2160 2160 എന്നുള്ള നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. ഈ നമ്പറിലുള്ള 100ന്റെ പ്ലേസിലുള്ള നമ്പർ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ 100ന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്, 100ന്റെ സ്ഥാനത്തുള്ള അക്കം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? 100ന്റെ സ്ഥാനം ഏതാണ്? 1 10 100. പിറകുന്ന മൂന്നാമത്തതാണ് 100ന്റെ സ്ഥാനം അല്ലെ. ഇന്ന് പിറകുന്ന മൂന്നാമത്തുള്ള അക്കം ഏതാണ്? 1 ആണ് അല്ലെ. അപ്പൊ 1 ആണ് ഇതിൽ 100ന്റെ സ്ഥാനത്തുള്ളത്. 100ന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്, 100ന്റെ സ്ഥാനത്തുള്ള അക്കം. അത്രേ ഉള്ളൂ. ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ എക്സാമിന് ചോദിക്കും. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും പഠിക്കുന്ന മറ്റൊരു കാര്യമാണ്, നമുക്ക് ഇങ്ങനെ എക്സാമിന് തരും 5000s 300s 8 10s 4 1s ചേർന്നാലുള്ള നമ്പർ ഏതാണ്? എന്താണ്? 5 ആയിരങ്ങളും അതുപോലെ തന്നെ 3 100 8 10 4 1 ചേർന്നാലുള്ള നമ്പർ ഏതാ? ഈ ടൈപ്പ് ചോദ്യങ്ങൾ നാളത്തെ എക്സാമിന് വരും കേട്ടോ. ഈ ടൈപ്പ് ചോദ്യം ചെയ്യാൻ അറിയാത്തവർ വിഷമിക്കണ്ട. നമ്മൾ ഇതിന്റെ വീഡിയോ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ചാനലിലെ തൊട്ട് മുമ്പുള്ള 4ാം ക്ലാസ്സിലെ വീഡിയോ എടുത്ത് നോക്കുക. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഉത്തരങ്ങൾ എങ്ങനെ ചെയ്യാന്നുള്ള കാര്യം. അപ്പൊ അതും കൂടെ കണ്ടു വെക്കുക എല്ലാവരും. പിന്നെ അതുപോലെ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട അടുത്ത ടോപ്പിക് ഇത് സംഖ്യാക്രിയകൾ, നമ്പർ ഓപ്പറേഷൻസ് എന്ന് വെച്ചാല് കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. അത് നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. ഒരു 4 ഡിജിറ്റ് നമ്പർ തന്നു കഴിഞ്ഞാൽ, 4 ഡിജിറ്റ് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ ഞാനൊരു നമ്പർ തന്നു, നേരത്തെ എടുത്ത അതേ നമ്പർ അല്ലേ. ഇതൊരു 4 ഡിജിറ്റ് നമ്പർ ആണ്. കാരണം എന്താ? ഇതിൽ 0 ഉണ്ട്, 9 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. അങ്ങനെ 4 ഡിജിറ്റുകൾ, 4 അക്കങ്ങൾ ഉണ്ട്. ഇതുപോലെ 4 അക്കങ്ങളുള്ള നമ്പർ നമ്മൾ വിളിക്കുന്ന പേരാണ് 4 ഡിജിറ്റ് നമ്പർ. ഇത് എത്ര ഡിജിറ്റ് നമ്പർ ആണ്? ഇതിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അങ്ങനെ 3 ഡിജിറ്റ് അതിലുള്ളത് അല്ലേ. 3 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്. അങ്ങനെ 3 ഡിജിറ്റ്, 3 അക്കങ്ങളെ ഉള്ളൂ ഇത്. അപ്പൊ ഇത് 3 ഡിജിറ്റ് നമ്പർ ആണ്, 3 അക്ക സംഖ്യയാണ്. നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഇതുപോലെ 4 ഡിജിറ്റ്സ് ഉള്ള 4 അക്കങ്ങളുള്ള നമ്പേഴ്സ് തമ്മിൽ കൂട്ടാനും കുറയ്ക്കാനും ഡിഫറൻസ് എടുക്കാനുമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഡിഫറൻസ് എടുക്കാന്ന് വെച്ചാല് തമ്മിൽ കുറയ്ക്കാന്ന് അർത്ഥം. വലുതെന്ന് ചെറുത് കുറയ്ക്കുക, അപ്പൊ കിട്ടുന്നതാണ് ഡിഫറൻസ് കേട്ടോ. അപ്പൊ കുറയ്ക്കലും ഡിഫറൻസ് എന്ന് വെച്ചാൽ സെയിം ആയ കാര്യം ആലോചിക്കാം. വലുതെന്ന് ചെറുത് കുറയ്ക്കലാണ് ഡിഫറൻസ്, വ്യത്യാസം. അത്ര അടിച്ചാൽ മതി. അപ്പൊ അത് നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഇപ്പൊ നമ്മൾ പഠിക്കേണ്ട അടുത്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പാറ്റേണുകൾ. നമുക്കൊരു പാറ്റേൺ തരും.
എന്നിട്ട് അതിന്റെ ബാക്കി ഭാഗം പൂരിപ്പിക്കാനൊക്കെ എക്സാമിന് ചോദിക്കും. അത് സിമ്പിൾ ആണ്, എനിക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ കുറച്ച് എക്സാമ്പിൾ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. മാഷിദേ ഈ എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും എക്സാമ്പിൾ ചോദ്യങ്ങൾ എനിക്ക് വേണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ചെയ്ത് നോക്കേണ്ട ഒരു മോഡേൺ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഇത് നമ്മുടെ കമന്റ് സെക്ഷനിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. നമ്മുടെ കമന്റ് നോക്കി കഴിഞ്ഞാൽ അതിലൊരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചതായിട്ട് കാണാം. ഏറ്റവും ആദ്യത്തെ കമന്റിൽ ഇതുപോലൊരു കമന്റ് എനിക്ക് കാണാൻ വേണ്ടി കഴിയും. അതിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 4ാം ക്ലാസ്സിന്റെ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി കഴിയും കേട്ടോ. ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഇതിൽ നിൽക്കുക, ഇതെടുത്ത് അതിൽ ക്ലാസ് 4 ആൻഡ് LSS നോട്ട്സ് എന്ന് ഏറ്റവും ആദ്യം കാണാൻ വേണ്ടി കഴിയും. അപ്പൊ ഇത് ക്ലിക്ക് ചെയ്തിട്ട് 4ാം ക്ലാസ്സിന്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി കഴിയും കേട്ടോ. ഇനി അടുത്തായിട്ട് നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓർഡറിങ് ആൻഡ് കമ്പാരിസൺ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നമ്പർ നമുക്ക് തന്നിട്ട് ആ നമ്പറുകൾ ഉപയോഗിച്ചിട്ട് ആ അക്കങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്, ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് ചോദിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അവിടെ കുറച്ച് അക്കങ്ങൾ തരാണ്, കുറച്ച് ഡിജിറ്റ് തരാണ്. 2 ഉണ്ട്, 0 ഉണ്ട്, 7 ഉണ്ട്, അതുപോലെ 4 ഉണ്ട്. ഇവിടെ എന്താ 2, 0, 7, 4 അങ്ങനെ 4 അക്കങ്ങളാണ് മാഷ് തന്നത്. ഇത് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്, ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് നിർബന്ധമായിട്ടും അറിയണം. അപ്പോ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള കാര്യം നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് എക്സാമിന് പോകാം കേട്ടോ. പിന്നെ അടുത്ത് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പൈസ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കണക്ക്. അതായത് ഒരാൾ പീടികയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചു, ഒരാൾ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചു. മേടിക്കുമ്പോ അയാൾക്ക് ആകെ എത്ര രൂപയാവും, എത്ര രൂപ ബാക്കി കിട്ടാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ എക്സാമിന് ചോദിക്കും. അപ്പൊ അതും ഉത്തരം ചെയ്താൽ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. ചിലപ്പോ ഒരു ലൈബ്രറിയിൽ കുറെ പുസ്തകങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വരിയിൽ ഇത്ര പുസ്തകം, ഈ വരിയിൽ ഇത്ര പുസ്തകം, ടോട്ടൽ എത്രയുണ്ട്, എല്ലാത്തിനും കൂടെ കൂട്ടാൻ വേണ്ടി പറയും. അപ്പൊ കൂട്ടാനും കുറയ്ക്കാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞാല് ഇതിന് ഉത്തരം എഴുതാനും കഴിയും കേട്ടോ. അപ്പൊ ബാക്കി എത്രയുണ്ട്, എല്ലാം കൂടെ കൂട്ടിയാൽ എന്താണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ നാളത്തെ എക്സാമിന് ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നാളത്തെ എക്സാമിന് ഉണ്ടായിരിക്കുക കേട്ടോ. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണേ. അപ്പൊ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചെയ്യലാണെന്ന് മിടുക്ക്, എന്നാലും നമുക്ക് എക്സാമിന് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി കഴിയുക അല്ലേ. അപ്പൊ ഇതായിട്ട് ബന്ധപ്പെട്ടതിലുള്ള സിമ്പിൾ ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യാന്നുള്ള വീഡിയോസ് ഇനിയും മാഷ് നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ചാനൽ വീഡിയോസ് ഒക്കെ കാണുക. എന്നിട്ട് നാളത്തെ എക്സാമിന് പോവുക. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് നോട്ടുകളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ അയക്കുന്നുണ്ടായിരിക്കും. അതിൽ ചോദ്യ പേപ്പറൊക്കെ ചെയ്ത് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നമ്മളെല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. അവരോടും കൂടെ പറയാം, ഞാനൊരു ചാനൽ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, മാഷത്തിലെ എല്ലാ കാര്യം എക്സാമിന് എന്തൊക്കെയാണ് വരുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നുണ്ട്, കണ്ടു നോക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിനോടും കൂടെ പറഞ്ഞിട്ട്. നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും നമ്മുടെ ക്ലാസ്സിലൊക്കെ. നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് ആണ്. നമ്മുടെ ക്ലാസ്സിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് എല്ലാവരോടും കണ്ടു നോക്കാനൊക്കെ പറയാം കേട്ടോ. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.